എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ പാചകവാതക വിതരണ ഏജൻസി CATU പ്രവർത്തകർ ഉപരോധിച്ചു. മിനിമം വേതനവും ബോണസും നൽകണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിലെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയായ ഗ്രീൻ ഫ്ലെയിമിലെ തൊഴിലാളികൾ 25 ദിവസമായി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായാണ് ഉപരോധ സമരം ആരംഭിച്ചത്. രാവിലെ ഏജൻസിയിലേക്ക് വന്ന വാഹനം തൊഴിലാളികൾ തടഞ്ഞു. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ ഉപരോധം തുടരുമെന്ന് തൊഴിലാളികൾ അറിയിച്ചു. അതായത് ഇപ്പൊ ഇവിടുത്തെ മൂല കാരണം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് മിനിമം വേതനം കൊടുക്കാത്തതാണ്. മിനിമം വേതനം കൊടുക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ബോണസും തടഞ്ഞു വെച്ചിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയ വേതനം എന്ന് പറഞ്ഞ തൊഴിലാളിക്ക് കിട്ടേണ്ട ഏറ്റവും ചുരുങ്ങിയ വേതനം എന്ന് പറഞ്ഞ ഗവൺമെന്റ് നിശ്ചയിച്ചത് ഒരു ദിവസം കണക്കാക്കിയാൽ 500 രൂപയുടെ താഴെയാണ്. ആ മിനിമം വേതനം പോലും ഇവിടെ കൊടുക്കുന്നില്ല തൊഴിലാളികൾക്ക്. ഇവിടെ ഈ ട്രേഡ് യൂണിയനിൽപ്പെട്ട 2 തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് അവരെ ഈ മിനിമം വേതനത്തിന് പുറമെ സിലിണ്ടർ വിതരണം ചെയ്യാൻ കൊടുക്കുന്ന സ്ഥിതിയുണ്ട്. ആ സിലിണ്ടർ വിതരണം ചെയ്യാൻ കൊടുക്കുന്ന എണ്ണം കുറച്ചിട്ട് ആ തൊഴിലാളികൾ മിനിമം വേതനത്തിന് അർഹനല്ല എന്ന് കാണിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. പല കുൽസിത പ്രവർത്തികളുടെയും നമ്മുടെ തൊഴിലാളികൾക്കെതിരെ ഇദ്ദേഹം നിരന്തരമായി ദ്രോഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതേ പ്രശ്നം തന്നെ 2023 ബോണസ് പരമായിട്ട് ചർച്ചയൊക്കെ നടത്തി ഇദ്ദേഹം ബോണസ് കൊടുക്കാതിരിക്കുകയും ചെയ്തതിനെ തുടങ്ങി യൂണിയൻ മാനേജറിനെ BLOയെ സമീപിക്കുകയും ചെയ്ത സമയത്ത് ഇദ്ദേഹം ഇതുമാതിരി പല കാരണങ്ങൾ പറഞ്ഞ് അവസാനം നമ്മൾ അതൊരു സെറ്റിൽമെന്റിലെത്തി അവസാനിപ്പിച്ചു. അടുത്ത തവണ കൃത്യമായി ബോണസ് എന്താണ് തീരുമാനിക്കുന്നത് അതേമാതിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് പോയത്. എന്നാൽ ഇപ്പോൾ രണ്ടാമതും ഈ 2024 വർഷത്തിലും അദ്ദേഹം ഇത് തന്നെ തുടരുകയാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തൊഴിലാളികൾക്ക് സമരമല്ലാതെ വേറൊരു മാർഗം തൊഴിലാളികളുടെ മുന്നിലില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സമരം നടത്തുന്നത്. ഈ സമരത്തില് അനുകൂലപരമായ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്നവരെ തൊഴിലാളികൾ ഈ സമരത്തിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ പോയി ചെയ്യും. തൊഴിലാളികളുടെ സമരം വളരെ സമാധാനപൂർവ്വമാണ് നടക്കുന്നത്. പ്രകോപിക്കാനാണ് ഏതെങ്കിലും തീരുമാനം അതിനനുസരിച്ചുള്ള തൊഴിലാളികൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഇതിന് എനിക്കറിയാൻ.